നമസ്തേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റീഡിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. നമ്മൾ കുട്ടികളെ റീഡിംഗ് പഠിപ്പിക്കുമ്പോൾ ആദ്യം അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, അതിനുശേഷം വാക്കുകൾ, അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു 100% ഒരു കുട്ടി വായിക്കാൻ പഠിച്ചു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോഴോ വാക്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴോ മാത്രമല്ല. കാരണം നമ്മൾ വായിക്കുന്നത് എന്താണോ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ്, അതിൻ്റെ സാരാംശം എന്താണ് എന്ന് കുട്ടി ഗ്രഹിക്കാൻ പഠിച്ചാൽ മാത്രമേ റീഡിംഗ് സ്കില്ല് പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഉദാഹരണം, നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആദ്യം സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, ഇങ്ങനെ ഓർഡറിൽ പഠിപ്പിക്കും. അതിനുശേഷം 2 ലെറ്റർ വേർഡ്സ്, 3 ലെറ്റർ, പിന്നെ സിമ്പിൾ ഉപയോഗിച്ചുള്ള വേർഡ്സ്, സെൻറ്റൻസ്, ഈ രീതിയിലാണ് നമ്മൾ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ കുട്ടികൾ സിമ്പിൾസ് ഉപയോഗിച്ച് ഒരു അക്ഷരങ്ങളെ ചേർത്ത് വായിച്ചു എന്നതുകൊണ്ട് ആ റീഡിംഗ് സ്കില്ല് പൂർണ്ണമാവുകയില്ല. എന്താണോ അതിൽ ഉദ്ദേശിക്കുന്നത്, ആ കുട്ടിക്ക് കിട്ടിയ ബുക്കിൽ എന്താണോ കുട്ടി വായിച്ചത് അത് മനസ്സിലാക്കി അതിന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനും അല്ലെങ്കിൽ ഉത്തരം എഴുതാനും കുട്ടി പഠിക്കുമ്പോഴാണ് ആ റീഡിംഗ് സ്കില്ല് പൂർണ്ണതയിൽ എത്തുന്നത്. അതിനെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുന്നിൽ കിട്ടുന്ന എന്താണോ വായിക്കാൻ കിട്ടുന്നത് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികളെ വായിക്കാൻ പഠിപ്പിച്ച് കുട്ടി വായിക്കാൻ പഠിച്ചു, കൊടുക്കുന്ന ടാസ്ക് കുട്ടി വായിച്ചു എന്നതുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. പകരം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. നമ്മൾ ഒരു സെൻറ്റൻസാണ് വായിക്കാൻ കൊടുത്തതെങ്കിലും അപ്പം തൊട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടിയെ ആ കോംപ്രഹെൻഷൻ ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. ഉദാഹരണം, ഞാനൊരു സെൻറ്റൻസ് പറയാം. ഇന്ന് മഴയായതിനാൽ അമ്മു സ്കൂളിൽ പോയില്ല. ഒരു ചെറിയ സെൻറ്റൻസാണ്. ഇതിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇന്നെന്തായിരുന്നു? ഇന്ന് മഴയായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മു സ്കൂളിൽ പോകാതിരുന്നത്? മഴയായതുകൊണ്ടാണ്. ആരാണ് സ്കൂളിൽ പോകാതിരുന്നത്? അല്ലെങ്കിൽ അമ്മു എവിടെയാണ് പോകാതിരുന്നത്? അങ്ങനെ ഓരോ ചെറിയ ഒരു സെൻറ്റൻസിൽ നിന്ന് ആണെങ്കിലും പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കുട്ടികളോട് ചോദിക്കാം. അങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ കോംപ്രിഹെൻഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കോംപ്രിഹെൻഷൻ തന്നെ പല സ്റ്റെപ്സ് ഉണ്ട്. അതായത് ആദ്യം കുട്ടി വേർഡ് മീനിങ് മനസ്സിലാക്കണം. കാരണം മഴ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ വായിച്ചാൽ മാത്രം പോരാ, അതിനെ മനസ്സിലാക്കുകയും വേണം. മഴ എന്താണെന്ന് വായിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ മഴയുടെ ഒരു പിക്ചർ വരണം. എന്നാലേ കുട്ടി അത് മഴ എന്താണ് എന്ന് മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ പിക്ചർ ഉള്ളിലേക്ക് വരണം. അപ്പോൾ അത് ബേസിക് തൊട്ടേ നമ്മൾ കൊടുത്ത് വരുന്ന ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ബേസിലേ പറ്റുകയുള്ളൂ. എങ്കിൽ കൂടെ വേർഡ് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോംപ്രഹെൻഷൻ്റെ ഫസ്റ്റ് ലെവല്. അത് കഴിഞ്ഞ് എന്താണ്, സമ്മറൈസ് ചെയ്യാൻ പഠിക്കണം കുട്ടി. ഒരു ചെറിയ സെൻറ്റൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു സമ്മറി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുട്ടിക്ക് പറ്റണം. അതിനുശേഷം എന്താണ്, അതിനെ നറേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം ബുക്ക് അടച്ച് വെച്ചിട്ടാണേലും ആ ബുക്കിൽ മിസ് എന്താണോ കൊടുത്തത്, ഇന്ന് എനിക്ക് മിസ് പഠിക്കാൻ തന്നത് ഇന്ന സെൻറ്റൻസ് ആയിരുന്നു, ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇതായിരുന്നു എന്ന് കുട്ടി മറ്റൊരാളോട് പറയാനുള്ളൊരു എബിലിറ്റിയിലേക്ക് എത്തണം. അതാണ് നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ സ്കില്ല് പൂർണ്ണമാകണമെങ്കിൽ ഇത്രയും സ്റ്റെപ്സിലൂടെ കടന്നു വരണം. അപ്പോൾ ഒരിക്കലും അക്ഷരങ്ങളെയോ വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടി വായിക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം റീഡിങ് പൂർണ്ണമാവുകയില്ല. അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ കൂടെ കുട്ടി എത്തിയാൽ മാത്രമേ ആ റീഡിംഗ് സ്കില്ല് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. എല്ലാ അധ്യാപകരും അത് ശ്രദ്ധിക്കണം. കുട്ടിക്ക് വേർഡ് മീനിങ്, സെൻറ്റൻസ് മീനിങ്, നറേഷൻ, സമ്മറൈസേഷൻ, ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ഒരു റീഡിംഗ് സ്കില്ലിനെ നമ്മൾ പൂർത്തീകരിക്കാൻ. ഒരു ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ, റീഡിംഗ് സ്കില്ലിൻ്റെ ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 100% അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ കൂടി കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകരെ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. കൂടുതൽ ടിപ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.